ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാൻ നിർണായക നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം. ഇന്നലെ രാത്രി വൈകി 2 കോൺഗ്രസ് നേതാക്കൾ സുധാകരനെ സന്ദർശിച്ച് ചർച്ച നടത്തി. പരസ്യപ്രതികരണം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, പലതരത്തിലും അനുനയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചർച്ചയ്ക്കാരും ക്ഷണിച്ചില്ല എന്നൊക്കെ പരാതിയും പരിഭവവും പറഞ്ഞിരുന്നു, വിഷമവും പറഞ്ഞിരുന്നു കെ സുധാകരൻ. 2 നേതാക്കൾ വീട്ടിലെത്തി സംസാരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് എന്ന് നമുക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്, വ്യക്തമാണ് അല്ലേ? ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചകൾക്ക് ശേഷം ഒരു വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടാകുമോ, ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമോ എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പറയൂ ബാലഗോപാൽ. കഴിഞ്ഞ ബുള്ളറ്റിന് നമ്മൾ സംസാരിക്കുമ്പോൾ ആ നേതാക്കൾ ആരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതേ സംബന്ധിച്ച് സൂചനകൾ മാത്രമാണ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ 2 നേതാക്കളുടെ പേരുകൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. AP അനിൽകുമാറും ഷാഫി പറമ്പിലുമാണ് കെ സുധാകരനുമായി ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഈ കൂടിക്കാഴ്ച ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടു നിന്നു എന്നാണ് ഈ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ KC വേണുഗോപാലിൻ്റെ നിർദ്ദേശാനുസരണമായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച കെ സുധാകരൻ കോൺഗ്രസ് നേതാക്കൾ നൽകിയിരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായി അറിയപ്പെടുന്ന AP അനിൽകുമാറിനെ തന്നെ കെ സുധാകരനെ അനുനയിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സുധാകരന്റെ അടുത്തേക്ക് അയക്കുകയാണ് ഉണ്ടായിരുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ഈ ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നിന്ന് AP അനിൽകുമാറും ഷാഫി പറമ്പിലും ഈ സുധാകരന്റെ വസതിയിൽ എത്തുന്നത്. തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1.5 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു നിന്നുകൊണ്ടാണ് അറിയുന്നത്. ആ കൂടിക്കാഴ്ച ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പല കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതിൽ നിന്ന് മനസ്സിലാകുന്നത് അനുസരിച്ചാണെങ്കിൽ ഇരുവരും ഉണ്ടായിരുന്ന വാഹനം ഈ സുധാകരന്റെ ഫ്ളാറ്റായ ഗോദാവരിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഏതാണ്ട് ഇന്ന് പുലർച്ചെ 1:45 മണിക്ക് ശേഷമാണ്. അതായത് അത്രയും വളരെ വൈകി നീണ്ടു നിന്നിരുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു നടത്തിരുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ടായിരുന്ന സാഹചര്യം ഇതാണ്. ഇന്നലെ ഈ സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സുധാകരന് അനുകൂലമായ പ്രകടനങ്ങൾ നടന്നിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമായി. ഇതേ തുടർന്നാണ് KC വേണുഗോപാലിന്റെ നിർദ്ദേശാനുസരണം 2 നേതാക്കൾ, ലോക്സഭാംഗം വടകരയിൽ നിന്നുള്ള ലോക്സഭാംഗം ഷാഫി പറമ്പിലും അതുപോലെ തന്നെ AP അനിൽകുമാറും സുധാകരനുമായി ചർച്ച നടത്തിയത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വെച്ച ആവശ്യം സുധാകരൻ ഒരു തിടുക്കപ്പെട്ട് ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ നിലപാട് പരസ്യമായോ പറയുകയോ ചെയ്യരുതെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ഈ കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടില്ല. കോന്നി മണ്ഡലത്തെ സംബന്ധിച്ചും സംസാരിച്ച നേതാക്കളിൽ എന്തുകൊണ്ട് AP അനിൽകുമാർ താരതമ്യേന മുതിർന്ന നേതാവ്, എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ പോലെ ഒരാൾ ഈ മുതിർന്ന നേതാവുമായ അനുനയ ശ്രമത്തിന് ശ്രമിച്ചു എന്നൊരു ചോദ്യം ഉയരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവർ ഇരുവരും? ഈ 2 പേരും KC വേണുഗോപാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് KC വേണുഗോപാലും മധുസൂദൻ മിസ്ത്രിയും നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് ഈ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഈ 3 നേതാക്കൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഈ 3 പേരും നമ്മളോട് ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നൽകിയിട്ടില്ല. പക്ഷേ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ പലർക്കും അറിയാവുന്നതാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ സുധാകരനോട് അടിയന്തരമായി ഒരു പരസ്യ പ്രതികരണം നടത്തരുതെന്നൊരു ആവശ്യമായിരുന്നു ഇവർ ഉന്നയിച്ചത്. സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും, ആ തീരുമാനം വരെ സുധാകരൻ കാത്തിരിക്കണം. ഈ ആവശ്യമായിരുന്നു AP അനിൽകുമാറും ഷാഫി പറമ്പിലും സുധാകരനെ അറിയിച്ചത്. പക്ഷേ സുധാകരനാകട്ടെ തന്റെ നിലപാടിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, കണ്ണൂരിൽ മത്സരിക്കണം എന്നൊരു ആവശ്യത്തിൽ അദ്ദേഹം പിന്നോട്ടില്ല എന്നൊരു സൂചന ഈ നേതാക്കളെ അദ്ദേഹം അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. അതിനു പുറമെ സുധാകരൻ മറ്റൊരു അതിർത്തി കൂടി ഈ നേതാക്കളോട്, ഷാഫി പറമ്പിലിനോടും AP അനിൽകുമാറിനോടും പറഞ്ഞിട്ടുണ്ട്. അത് ഈ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗമായി ചില മണ്ഡലങ്ങളിൽ സുധാകരൻ പേരുകൾ നൽകിയിരുന്നു. എന്നാൽ ആ പേരുകൾ ഒന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചില്ല. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്നലെ പുറത്തുവിട്ട പട്ടികയിൽ ഈ പേരുകൾ ഒന്നും തന്നെ ഉൾക്കൊള്ളുന്നില്ല എന്നതും സുധാകരന്റെ ഈ അതിർത്തി സമയത്തിലേക്ക് വരുമ്പോഴും ഈ ചില പേരുകൾ നിർദ്ദേശിക്കുന്ന സമയത്തിലേക്കൊക്കെ എത്തുന്നതിനും വളരെ മുൻപ് തന്നെ കെ സുധാകരൻ ഏത് തരത്തിലായിരിക്കും ഇത്തരം തീരുമാനങ്ങളോട് പ്രതികരിക്കുക എന്നൊരു മുൻധാരണ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഇടപെടാനും ഒക്കെ കഴിഞ്ഞേനെ ഈ നിർണായക ഘട്ടത്തിലെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേ?
ബൂത്ത് ഈ സുധാകരൻ ഒരു ഘട്ടത്തിലെങ്കിലും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുകയും തുടർന്ന് മാതൃഭൂമി ന്യൂസിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന സൂചനകൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. നിലയും വിലയും ഇല്ലാത്ത നമ്മളെ ആര് ചർച്ചയ്ക്ക് വിളിക്കാൻ എന്നായിരുന്നു സുധാകരൻ എന്നോട് ആ സമയത്ത് പറഞ്ഞിരുന്നത്. അത് ഈ ലോകം കണ്ടത് തന്നെ മാതൃഭൂമി ന്യൂസിലോടായിരുന്നു. പിന്നീട് വൈകിട്ട് ഈ സുധാകരൻ വാർത്താ സമ്മേളനത്തിന് ഒരുങ്ങുന്നു. കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന വാർത്തയും നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിന് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന ഒരു സൂചന എന്ന ഒരു അനുമാനത്തിലേക്ക് അവർ എത്തിയത്. ഇതേ സമയം തന്നെ കണ്ണൂരിലെ ചില മേഖലകളിൽ സുധാകരന് അനുകൂലമായ ഈ പ്രകടനങ്ങളും മറ്റും നടക്കുകയും ചെയ്തിരുന്നു. അതിലൊന്ന് പേരാവൂർ മണ്ഡലത്തിലാണ്. പേരാവൂരിൽ നാളെ ഈ സണ്ണി ജോസഫിന്റെ റോഡ് ഷോ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഷാഫി പറമ്പിലും ഒപ്പമാണ് സണ്ണി ജോസഫ് അവിടെ റോഡ് ഷോ നടത്താൻ വേണ്ടി പോകുന്നത്. ഇതിനിടയിലാണ് ഈ സുധാകരന്റെ അതൃപ്തിയും സുധാകരൻ എന്തെങ്കിലും മാധ്യമങ്ങളോട് കടുത്ത അതൃപ്തി മാധ്യമങ്ങളോടും മറ്റും വ്യക്തമാക്കുകയാണെങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിലേക്ക് അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമായത്. ഈ സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിലിനെയും അതുപോലെ തന്നെ ഈ AP അനിൽകുമാറിനെയും സുധാകരനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. ഇതിന് ശേഷം എന്ത് നടപടികൾ കോൺഗ്രസിന്റെ രണ്ട് ക്യാമ്പുകളിലും, അതായത് സുധാകരന്റെ ക്യാമ്പിലും അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക ക്യാമ്പിലും നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല. പക്ഷേ ഈ രണ്ട് നേതാക്കളോടും സുധാകരൻ തന്റെ അതൃപ്തി ശക്തമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സുധാകരൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഫ്ളാറ്റിൽ, അതായത് ഡൽഹിയിലെ ഗോദാവരിയിലെ ഫ്ളാറ്റിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് ഇതുവരെയും സംസാരിക്കുന്നത് സംബന്ധിച്ചുള്ള സമയം അറിയിച്ചിട്ടില്ല. സുധാകരനും ഒരുപക്ഷെ ഈ നേതാക്കളുടെ വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നീട്ടിവെച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കേണ്ടതായുള്ളത്. സുധാകരന്റെ വാർത്താ സമ്മേളനത്തിന്റെ സമയം അറിയിച്ചിട്ടില്ല. പക്ഷേ സുധാകരനെ അനുനയിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം രംഗത്തിറങ്ങിയിട്ടുണ്ട്. സുധാകരൻ മത്സരിക്കുന്ന കണ്ണൂരും കോന്നിയും, അടൂർ പ്രകാശ് മത്സരിക്കുന്ന കോന്നിയും സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെയും കോൺഗ്രസ് ഔദ്യോഗികമായി എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ഇതിനിടെ സുധാകരനെ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുന ഖാർഗെയോ നേരിട്ട് വിളിച്ച് സംസാരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. ഈ നേരിട്ട് വിളിച്ച് സംസാരിക്കാനുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ? മോത്തി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള ഒരു ധാരണയും നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഒരു അനുനയ നീക്കം നടക്കുന്നു എന്ന വാർത്ത തന്നെ, അതായത് ഇന്ന് പുലർച്ചെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമായിരുന്നു. പിന്നീട് പലരോടും ഇക്കാര്യത്തിൽ സംസാരിക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇത് നമ്മൾ ആദ്യഘട്ടത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യാതെ ഈ വാർത്ത പിടിച്ചു വെച്ചിരുന്നത്. പിന്നീട് ഈ കൂടിക്കാഴ്ച നടന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിൽ ചില നേതാക്കൾ ഈ സമയത്ത് ആ കൂടിക്കാഴ്ചയുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില നേതാക്കളിൽ നിന്ന് നമുക്ക് ബോധ്യമായതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പേരുകൾ പുറത്തുവിട്ടത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ പേരുകൾ സംബന്ധിച്ച് കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. AP അനിൽകുമാറും ഷാഫി പറമ്പിലുമാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് നമുക്കൊരു ബ്രോഡായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് അറിയുന്നത്. തുടർന്ന് AP അനിൽകുമാർ സ്വാഭാവികമായും ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ KC വേണുഗോപാലിനെ ധരിപ്പിച്ചിരിക്കാം. ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനം ഇനി എടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാലിനുമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് ദേശീയ നേതാക്കളുമായി നമുക്ക് ഇതേ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒരു വിവരം ലഭ്യമായിട്ടില്ല. ഈ കൂടിക്കാഴ്ചയിൽ സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ ഹൈക്കമാൻഡിന്റെ പ്രതികരണത്തെ ആശ്രയിച്ചായിരിക്കും സുധാകരന്റെ തുടർ നീക്കങ്ങൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാകാൻ വേണ്ടി സാധിക്കുന്നത്. നീക്കങ്ങളോടെയാണ് തുടരുന്നത്. സുധാകരൻ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഇനി ദേശീയ നേതൃത്വം എന്ത് ഇടപെടലാണ് നടത്തുന്നത്, അനുനയ ശ്രമമാണ് നടത്തുന്നത്, ഇതിനൊക്കെ ആശ്രയിച്ചായിരിക്കും ഈ നിലപാടിൽ അയവ് വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.